Hi friends, everyone നമ്മുടെ ബ്ലാക്ക് വീലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. എന്താ ശരി നമ്മൾ ഇന്ന് നമ്മുടെ കാറിന്റെ ഉള്ളിൽ വെച്ച് ഒരു ഡിഷ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അവിടുത്തെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ വീഡിയോ കിട്ടാലോ. പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പഴയ ചോറ്റുപാത്രമായാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ആയിട്ടായ നമ്മുടെ ഇപ്പി അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇടാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് ചെറിയ പീസായി പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. നിങ്ങൾക്ക് കാണാതാണ് നമ്മൾ ഇത്ര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലത്തെ ഒരു അടിപൊളി കുപ്പി എടുക്കുന്നത്. സാധാരണ വെള്ളമാണ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്താണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതിലോട്ട് നമ്മുടെ വെള്ളം ഒഴിക്കാം കേട്ടോ. എത്രത്തോളം മാഗിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ മേലാണ് നമ്മുടെ വെള്ളം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മസാല നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചോറ്റുപാത്രം നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ സാധനമായ അലുമിനിയം ഫോയിൽ എടുക്കാം കേട്ടോ. എന്ത് ചെയ്യാം, നമുക്ക് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹീറ്റ് എല്ലായിടത്തേക്കും ഒരേപോലെ കൺട്രോൾ ചെയ്യാനാണ് എന്തിട്ട് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ അലുമിനിയം ഫോയിൽ എടുത്തിലേക്ക് ചുറ്റാട്ടോ. നമ്മൾ പിടിക്കണം. അപ്പം അലുമിനിയം ഫോയിൽ നമുക്ക് ചുറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അലുമിനിയം ഫോയിൽ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാം, ഒരു റബ്ബർ ബാൻഡ് എന്ത് ചെയ്യാം, ഇതിൻ്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കാം. എന്തായാലും നല്ല ഹീറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ റബ്ബർ ബാൻഡൊക്കെ പോകും എന്തൊക്കെ പറഞ്ഞാലും, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചുമ്മാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം, ഇതൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഈ നേരെ നമ്മുടെ വണ്ടീൻ്റെ ബോണറ്റിനുള്ളിലേക്ക് ഇത് വെക്കാം കേട്ടോ. പൈസ നമുക്ക് ബോണറ്റ് തുറന്നെടുക്കാം. നമ്മൾ ബോണറ്റ് തുറന്നെടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടീൻ്റെ ഈ ഭാഗത്തായിട്ടാണ്, ബോണറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ അങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, #, അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളതാ ചെയ്യാൻ പോണേ. നമ്മൾ ഈ ഭാഗത്തെല്ലാം 6 ആയിട്ട് തന്നെ ഉറപ്പിച്ച് വെക്കുക. അതേ കുലുക്കൊന്നും വരാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ, ഈ രീതിയിൽ. അപ്പോൾ ഈ എഞ്ചിനുള്ള ഹീറ്റ് കറക്റ്റ് നമുക്ക് ഇതിലേക്ക് കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചുറ്റും #, അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് #, ഇട്ടിട്ട് നമുക്ക് ലോക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ #, ഇട്ട് നമ്മുടെ മാഗി നമ്മുടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കിംഗ് റൂമാണിത്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വണ്ടി നമുക്ക് അടയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി കുറച്ച് ദൂരം പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അടച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി കുറച്ച് ദൂരം പോയി നോക്കാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നറിയില്ല. ഇത് വേവൂലേ നാശമായി പോവോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ എന്താ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. നേരെ വിടാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം ഒരു 50 കിലോമീറ്ററോളം പോയിട്ടോ. ഏകദേശം നമ്മൾ ഇവിടുന്ന് ഒരു കൽപ്പറ്റ പോണ ദൂരം പോയി നമ്മൾ തിരിച്ചു വന്നിട്ടോ. അപ്പോൾ നമ്മുടെ മാഗി എന്തായിട്ട് നമുക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം എന്തായി. അപ്പോൾ കണ്ടില്ല, നമ്മൾ നേരത്തെ കെട്ടി വെച്ച പോലെ തന്നെ സംഭവം ഇരിപ്പുണ്ട്. തൊട്ട് നോക്കാം. ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാഗിക്ക് അത്യാവശ്യം ചൂട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ #, ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ. #, നിങ്ങൾക്കറിയാലോ മുറിച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്തിട്ട് ചൂട് വെച്ചിട്ടാണ് മുറിക്കുന്നത്. ഏകദേശം നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട്.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്രൂസിന് കെട്ടിയ ഒന്നും കൂടെ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അത് മുറിച്ചെടുത്തു കേട്ടോ. നമുക്ക് ഈ ആഷ്ടാഗ് കൊണ്ടെടുത്ത് മാറ്റാം. ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി എടുത്തു നോക്കാം എന്താ അവസ്ഥ നമുക്കറിയില്ല. പക്ഷെ അപ്പോൾ നല്ല രീതിയിൽ ചൂട് ഇന്നോട് വരുന്നുണ്ട് കേട്ടോ. കാരണം അലുമിനിയം ഫോയിൽ വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂട് ഇന്നോട് വരുന്നുണ്ട്. നമുക്കൊന്ന് അയച്ചു നോക്കാം. നമ്മൾ നേരത്തെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് കേട്ടോ. ഇതാദ്യം നമുക്ക് കളയാം കേട്ടോ. നമുക്കിത് ഇവിടുന്ന് മാറ്റാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓ ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പർ റിസൾട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. നോക്ക്, അത്യാവശ്യം മാഗി പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് കാണാവുന്നതാണ്. കറക്റ്റ് നോക്ക്, അത്യാവശ്യം ഒരു മാഗി പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പർ റിസൾട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ടേസ്റ്റിൽ വല്ല വ്യത്യാസം ഉണ്ടോ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ടെസ്റ്റ് അടിച്ച് നോക്കണേ. അപ്പോൾ അതായത് എന്ത് ചെയ്യാം, നമുക്ക് പിടിക്കാം. അപ്പോൾ നമ്മുടെ സനിനോട് പാത്രം കൊണ്ട് വരാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല, നമുക്ക് പാത്രം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാഗി എടുത്ത് ഇതിലേക്ക് ഇടാം കേട്ടോ. മാഗിയൊക്കെ സെറ്റാക്കി എന്നെ തന്നിട്ടുണ്ട്. എന്നെയാണ് പരീക്ഷണ വസ്തുവായിട്ട് വെച്ചേക്കണേ. നമുക്ക് ടെസ്റ്റ് അടിച്ചു നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഒന്നും പറയല്ല, സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് കൊറോണ സമയത്തൊക്കെ ഇതേപോലെ വണ്ടിയുള്ളിൽ വേണേൽ 2 സെറ്റ് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോറ്റുപാത്രത്തിൻ്റെ ഏകദേശം ആ ഭാഗത്തോടെ മാഗി നമുക്കാണെങ്കിൽ മുഴുവൻ ഇടാം. ഇത് 2 ചോറ്റ് മാത്രം വെക്കാനുള്ള സ്ഥലം ചില വണ്ടികളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലുകളൊന്നും ആശ്രയിക്കേണ്ട, അപ്പോൾ കൊറോണയൊന്നും പേടിക്കേണ്ട, സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. നമ്മൾ അടിപൊളി കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മാഗിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മാഗീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇന്ന് ലൈക്ക് ചെയ്തേക്കിട്ടോ. ഇനി എന്ത് ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരെയും കമൻറ്റ് ഞങ്ങൾക്ക് അത്ര വിലപ്പെട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാൻ പോവാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.